ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. അതായത് എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, പേഴ്സൺ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളിപ്പോൾ എന്തവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ? ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇതിത്രയാണ് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കഴിഞ്ഞൊരു പാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് തൊട്ട് മുന്നേ വരെ നിങ്ങൾ വളരെയധികം വേദന അനുഭവിച്ചിട്ടുണ്ട്. വളരെയധികം വേദന അനുഭവിച്ചു പറ്റാത്തൊരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്നേഹം തോന്നിയിട്ടും വിട്ടിട്ട് പോകാൻ പറ്റാണ്ട് എന്നെ കടിച്ച് പിടിച്ച് എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ റിലേഷൻഷിപ്പിൽ തന്നെ എനിക്ക് വേണം, എനിക്ക് നിന്നേ പറ്റൂ, എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല, എനിക്കിതില്ലാണ്ട് ഞാനില്ല എന്നുള്ള ഒരു സ്റ്റേജിലായിരുന്നു. ഒരുപാട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും പറഞ്ഞ് പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടോ ഓപ്പോസിറ്റിക്ക് നിൽക്കുന്ന ആൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വേദന നിങ്ങൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രശ്നമാണ്, അത് അവരുടെ സൈഡിലുള്ളൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അതിനെ പറഞ്ഞ് തിരിച്ച് നിങ്ങളുടെ സൈഡിലേക്ക് ആക്കുക, നിങ്ങളെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് തന്നിട്ടാണ് ഒരു വ്യക്തി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന പലരെയും ഞാൻ ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളിപ്പോഴും വേദന അനുഭവിക്കുന്ന ഒരു 50% ആയിട്ടുള്ള ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളെന്ത് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു വളരെയധികം ആ റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യാനായിട്ട് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ക്ഷമയോടെ സഹിച്ച് നിൽക്കുകയാണ്. കുഴപ്പമില്ല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നെ എന്ത് വഴക്ക് പറഞ്ഞോട്ടെ, ചീത്ത വിളിച്ചോട്ടെ, അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തോട്ടെ, അവോയ്ഡ് ചെയ്യുന്നതിൽ ഒരു പരിധി ഉണ്ട്, എങ്കിലും എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ, എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചേ പറ്റൂ എന്നും ഇരുന്ന് അങ്ങനെ വളരെയധികം വല്ലാത്തൊരു മാനസികാവസ്ഥ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു അവസ്ഥ, അതായത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ കയ്യിൽ പോലും നിൽക്കാണ്ടായി. അതുമൂലം തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. മേ ബി വീട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങളായാലും ജോലി സ്ഥലത്തുള്ള ഇഷ്യൂ ആയാലും, ജോലി സ്ഥലത്ത് ജോലിയൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പലർക്കും ജോലി നഷ്ടസാധ്യത അവിടെ കാണുന്നുണ്ട്. പുതിയ ജോലി കിട്ടിയിട്ടും അതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾക്കൊരു, അതായത് ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും എന്നാൽ എനിക്ക് റിലേഷൻഷിപ്പ് വേണമെന്ന് താനും, വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല, വിട്ടിട്ട് പോവുകയും വേണം, പക്ഷേ എന്നെ ഒരുപാട് സ്നേഹിച്ചും പോയല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത്. ഒരു 30% അല്ലെങ്കിൽ 40% ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങി. എനിക്ക് പറ്റില്ല, എനിക്കിത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിതിൽ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ, ഇറങ്ങണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ട് അവരായിട്ട് തന്നെ അവരുടെ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു, എന്തായാലും ഇറങ്ങണം, എനിക്കിതിലേക്കൊരു മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് ചേഞ്ചായി വന്ന കുറേ പേരെ ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു 50% ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അതിൽ തന്നെ മാറി വരണം എന്നുള്ളൊരു മൈൻഡോടെ നിൽക്കുന്നവരും, എന്നാൽ മാറി വന്നിട്ടുള്ള കുറേ പേരെ ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷെ മാറി വരാത്തവർ ഉടനെ തന്നെ അവരുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ അതിൻ്റെ ഇരട്ടി പവറിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വേദനയാണോ ഇതുവരെ കിട്ടിയത് അതിലുപരി ഒരുപാട് വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും വല്ലാതെ വിഷമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. നിങ്ങളിപ്പോൾ എന്തുമാത്രം വിഷമിച്ച ഒരു റിലേഷൻഷിപ്പ് കാരണം എന്തുമാത്രം വേദനിച്ചോ അതിൻ്റെ ഇരട്ടിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരാൾ വരുന്നത് നല്ല, അതിനേക്കാൾ ഉപരി ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ബ്ലെസ്സിങ്സ് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക, നിങ്ങളുടെ അതോറിറ്റിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുക, നിങ്ങളായിട്ട് തന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, പക്ഷേ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. എടുക്കുന്ന തീരുമാനം വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി പിന്നെ നമ്മുടെ ലൈഫിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി നമ്മളിപ്പോൾ ഒരു റിലേഷൻ കാരണം ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എടുക്കുന്ന ഓരോ തീരുമാനം വളരെയധികം ആലോചിച്ചിട്ടും ആരെ വിഷമിപ്പിക്കാത്ത രീതിയിലും വേണം എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ, കാരണം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഇത്ര വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾ എപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളുടെ വഴിക്കങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് കരയ്ക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ കയറിയവർക്ക് തന്നെ കുറച്ച് പേർക്ക് സെലിബ്രേഷനൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നവരായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അതിലൊക്കെ ഉടനെ തന്നെ നല്ലൊരു, നിങ്ങൾ വിചാരിക്കാത്തൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കുറേ പേര് വന്നിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ കാണുന്നത്, ഇവിടെ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെയോ ആവശ്യം ഉണ്ട് ഇവർക്ക്. ഒന്നിലേക്ക് പണപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലിപരമായിട്ടോ എന്തൊക്കെയോ നിങ്ങളെക്കൊണ്ട് ആവശ്യങ്ങൾ നേടാനായിട്ട് നിങ്ങളിൽ വന്ന് കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ആവശ്യത്തിനായിട്ട് വന്നിട്ടും അതൊന്നും നടന്നില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലത്തെ ഒരു നേട്ടം നിങ്ങളിൽ നിന്ന് ഉണ്ടായില്ല. ഉണ്ടാവാതെ നിങ്ങളിൽ നിന്ന് അകൽച്ച കാണിച്ച് അതിൽ നിന്ന് എന്താണോ ഏറ്റവും ബെറ്ററായിട്ട് അവരുടെ ലൈഫിലേക്ക് കിട്ടുന്നത് അങ്ങനെ പോയിട്ടുള്ള കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. ചില പേരൊക്കെ, അതായത് കുറച്ചൊരു 20% ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നൊക്കെ അവർ പിടിച്ച് മാക്സിമം നിങ്ങളെ ഊറ്റിയെടുത്ത്, നിങ്ങളിത് എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ ഊറ്റിയെടുത്തിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് വേദനിപ്പിച്ച് നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് പോകാനായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഡ്രാമ കളിക്കുന്ന കുറേ പേരുണ്ട്. എന്നിട്ട് അതിനെ തിരിച്ച് നിങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് നീയാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ട് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. ഈ ഒരു ആൾക്കാരെന്ന് പറയുന്നത് എന്തു പറയാനാ, അവർ വളരെയധികം നല്ല പ്ലാനിങ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളെ നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവർ നിങ്ങളുടെ അടുത്ത് നിന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ കുറച്ചൊരു സ്നേഹമാണ് തന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു വലിയൊരു കൂമ്പാരമാണ് അവർക്ക് തിരിച്ച് കൊടുത്തിരിക്കുന്നത്. അത് അവർ നല്ലപോലെ മുതലാക്കിയിട്ടുണ്ട്. ഇതിലുള്ള ഒരു 50%, ഓക്കെ 60% ആയിട്ടുള്ള ആൾക്കാരും വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അവർ നിങ്ങളുടെ ഫ്രണ്ടിൽ കുറേ പേരൊക്കെ അഭിനയിച്ചാണ് നിന്നത്. നിങ്ങളെ സ്നേഹം നടിക്കുന്നത് പോലെ കാണിച്ചിട്ട് നിങ്ങളെ എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ കിട്ടി മേടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ തന്നെ നിന്നിട്ട് ഇനി കാര്യമില്ല എന്ന് തോന്നി നിങ്ങളെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്ത് കിട്ടാനുള്ള മേടിച്ച് പോയതിന് ശേഷം അവരവരുടെ വഴിക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ പേരൊക്കെ. അതുമാത്രമല്ല, ഇതിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് പേരൊക്കെ വേറൊരു സിറ്റുവേഷനിലേക്ക് കയറി വന്നവരായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ചിലവർക്കൊക്കെ തോന്നുന്നുണ്ട് ഇവർ നമ്മളെ വിട്ടു പോയിട്ടുണ്ടോ, ഇവിടെ എനിക്ക് തിരിച്ചിതുപോലെ കിട്ടത്തില്ല, ഇവിടെ എൻ്റെ ഒരു പരിധിക്ക് നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വളരെ തന്ത്രപരമായിട്ട് നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പലത് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ച് പിടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ പേരെ ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുകയും നിങ്ങളായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ ഇങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് വേണ്ട, ഇതിൽ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കുറേ പേരെ ഞാനിതിൽ കാണുന്നുണ്ട്. പക്ഷെ മനസ്സിൽ സ്നേഹം കുറച്ച് തങ്ങി നിൽക്കുന്നവർക്ക് അതിലേക്ക് ചെറിയൊരു പിടിവള്ളി പോലെ, അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് ഒലയുന്നുണ്ട്. അവർക്കറിയാം ഇത് ശരിയായിട്ടുള്ളതല്ലെങ്കിൽ പോലും അങ്ങോട്ട് പോകണം, ഈ ഒരു പേഴ്സൻ്റേക്ക് പോകണം എന്നൊരു ചാഞ്ചാട്ടം കാണുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറേ പേരെന്ന് പറയുന്നത് വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾ എങ്ങനെയൊക്കെ അത് അവരുടെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ നിങ്ങളിൽ നിന്ന് ഇനി എടുക്കാൻ പറ്റുമോ ഊറ്റിയെടുക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരെ ഞാനിതിൽ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ്, അതായത് നിങ്ങളുമായിട്ട് അകന്നതിന് ശേഷം നിങ്ങളെപ്പറ്റി അവർ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തിരക്കുന്നുണ്ട് ഇവളെങ്ങനെയാണ്, ഇവരെങ്ങനെ പോകുന്നു, അവനല്ലെങ്കിൽ അവളുടെ ലൈഫിൽ എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടു എന്നറിഞ്ഞ് വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ച് എങ്ങനെ വരാം, എങ്ങനെ നിങ്ങളുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ ഇവളൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇവനൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാം എന്ന് ആലോചിച്ച് നിൽക്കുന്ന കുറേ പേരെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറഞ്ഞത് എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 10% ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം മാനസികമായിട്ടുള്ള തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, നിങ്ങൾ വിട്ടിട്ട് പോകുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, നിങ്ങളെപ്പോഴും അവരുടെ ഒരു വളയത്തിലായിരിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അവരെന്തിനു വേണ്ടിയിട്ടാണോ പോയത് ഇവിടെ നിന്ന് എന്ന് അതൊന്നും നടന്നിട്ടുമില്ല. തിരിച്ച് നിങ്ങളുമായിട്ട് അതും ഞാൻ ഭയങ്കരമായിട്ട് കല്യാണം കഴിക്കണം, ഉള്ള കാലം കൂടെ വേണം എന്നുള്ളൊരു ബോണ്ടിങ് അല്ല കാണുന്നത്. നിങ്ങളൊരു വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വേണ്ടായിരുന്നു, വിട്ട് കളയണ്ടായിരുന്നു, തിരിച്ച് വരണം എന്ന് മനസ്സിലാക്കി തിരിച്ച് വരുന്നവരുണ്ട്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അവർ അവോയ്ഡ് ചെയ്തു. കാരണം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ടോട്ടൽ ട്രാൻസ്ഫോമായി നിൽക്കുകയാണ്. കുറേ പേരൊക്കെ ആരൊക്കെ ഇതിൽ ട്രാൻസ്ഫോമായിട്ട് തിരിച്ച് വന്ന ആൾക്കാരുണ്ടോ അവരൊന്നും ഇനി തിരിച്ച് അയാളോട് പോകത്തില്ല. നിങ്ങൾ എല്ലാം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പറയുന്നൊരു വ്യക്തി എന്താണ്, എങ്ങനെയാണ്, ഇനി എന്തൊക്കെ വന്നാലും എൻ്റെ ദൈവമേ ഞാൻ ഈ ഒരാളെയാണല്ലോ സ്നേഹിച്ച് പോയത് എൻ്റെ ലൈഫിൽ എന്ന് വരെ നിങ്ങൾക്ക് തോന്നി മാറി വന്ന കുറേ പേരുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിലൊരു 10% ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് വരണം. ആ ഒരു ബോണ്ടിങ് വേണം, സ്നേഹം വേണം. ഇതുപോലൊന്നും എനിക്ക് കിട്ടത്തില്ല. പക്ഷേ അങ്ങനെയുള്ള 10% ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരിച്ച് വരുമ്പോഴും അവർ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയുള്ള കുറേ പേരുണ്ട്. കാരണം ഇവരെന്ന് പറയുന്നത് വളരെ ക്രൂര ബുദ്ധിയുള്ള ആൾക്കാരാണ്. എങ്ങനെ ഒരാളെ വളച്ചെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇവരെ പറഞ്ഞ് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാം. നമ്മൾ മനുഷ്യന്മാരാണ്. അവർ കുറച്ച് സ്നേഹം കാണിക്കുമ്പോൾ തന്നെ മനസ്സിൽ കുറച്ച് സ്നേഹമുള്ള ആരായാലും അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ വേണമെന്ന് തോന്നിപ്പോവും. അത് നമ്മുടെ ഒരു കുറ്റമല്ല. പക്ഷെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ പേരെയാണ് ഞാൻ ഈ സിറ്റുവേഷനിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പവറിൽ തന്നെ നിൽക്കുക. അങ്ങനെ വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നാണ് ഞാൻ റീഡിങ്ങിലൂടെ പറയുന്നത്. ഞാൻ പറയാം, 10% ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾ കെയർ ആയിരിക്കുക. പിന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യമാണ്, അതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് പറയേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് മെസ്സേജ് എന്ന് നോക്കാം. നോ എന്തെങ്കിലും ഓക്കെ, കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കറിയാം അയാൾ തിരിച്ചു വരുമ്പോൾ തന്നെ എന്തായിരിക്കും ഏതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യം എന്താണെങ്കിലും, ഇപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാരാണെങ്കിൽ പോലും തിരിച്ച് വന്നിട്ട് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ള കാര്യം ഓപ്പണായിട്ട് പറയുക തന്നെ ചെയ്യണം. കാരണം ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് പോയതാണ്. അപ്പോഴും നിങ്ങൾ സഹിച്ചു ക്ഷമിച്ചു ഒന്നും മിണ്ടാതെയൊക്കെയായിരുന്നു. പക്ഷേ ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ പറയാനുള്ള കാര്യം വെട്ടിത്തുറന്ന് പറയുക, ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു 50% ആയിട്ടുള്ള ആൾക്കാർക്കെങ്കിലും വളരെയധികം ടോക്സിക്കാണ്. നിങ്ങൾ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും പിന്മാറണം എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഓരോരോ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. പുതിയ ഓരോ ഫ്യൂച്ചർ, അത് പണപരമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് ഉപരിയായിട്ട് തന്നെ പണപരമായിട്ടും അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതേസമയം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങളൊരു അതോറിറ്റി, ആ ഒരു പവറിലേക്ക് നിൽക്കുന്നത്, അപ്പോൾ തന്നെ പുതിയ ആൾക്കാർ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വളരെ നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് എൻ്റെ ഒരു റീഡിങ്. താങ്ക് യു.